1 മണിയോടെയാണ് ഇടവേള ബാബുവിനെ ആലുവ പോലീസ് ക്ലബ്ബിൽ വിളിച്ചു വരുത്തിയത്. ചോദ്യം ചെയ്യൽ 1.5 മണിക്കൂർ നീണ്ടു. നടിയെ ആക്രമിക്കാൻ അമ്മയുടെ സ്റ്റേജ് ഷോ പരിശീലനത്തിനിടെ MG റോഡിലെ ഹോട്ടലിൽ ഗൂഢാലോചന നടന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് ആരാഞ്ഞു. അക്രമത്തിനിരയായ നടിയെയും ആരോപണ വിധേയനായ നടനെയും ഒരുപോലെ സംരക്ഷിക്കുമെന്ന നിലപാട് അമ്മ ജനറൽ ബോഡി യോഗം കൈക്കൊണ്ടത് ലൊക്കേഷനുകളിൽ പൾസർ സുനിയുടെയും മറ്റ് ക്രിമിനലുകളുടെയും സാന്നിധ്യം തുടങ്ങിയ കാര്യങ്ങളും പോലീസ് ചോദിച്ചു. സിനിമാ മേഖലയിൽ ദിലീപിന്റെ പ്രവർത്തനങ്ങൾ, ഇടപെടലുകൾ തുടങ്ങിയ കാര്യങ്ങളും അന്വേഷണ സംഘം ആരാഞ്ഞു. കേസിന് സഹായകമാകുന്ന കാര്യങ്ങൾ എന്നോട് കുറച്ച് ചോദിച്ചു, അതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിനിടെ ഹൈക്കോടതി ഇന്നലെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയെങ്കിലും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ അന്വേഷണ സംഘം നോട്ടീസ് നൽകിയാത്ത സാഹചര്യത്തിൽ ഉടൻ ഹാജരാകില്ലെന്ന് ദിലീപിന്റെ മാനേജർ അപ്പുണ്ണിയുടെ അഭിഭാഷകൻ അറിയിച്ചു. ഈ സാഹചര്യത്തിൽ ഹാജരാകണമെന്നാവശ്യപ്പെട്ട് ഉടൻ തന്നെ അപ്പുണ്ണിക്ക് നോട്ടീസ് നൽകാൻ അന്വേഷണ സംഘം തീരുമാനിച്ചു. അതേസമയം പൾസർ സുനി 2 മാസക്കാലം കാവ്യ മാധവന്റെ ഡ്രൈവറായിരുന്നുവെന്ന് പോലീസിന് സൂചന ലഭിച്ചു. എന്നാൽ ഇക്കാര്യം ചോദ്യം ചെയ്യലിൽ കാവ്യ നിഷേധിക്കുകയായിരുന്നുവെന്ന് അറിയുന്നു. ദിലീപിന്റെ ബാല്യകാല സുഹൃത്തു കൂടിയായ ആലുവ സ്വദേശി അഡ്വക്കേറ്റ് സന്തോഷിൽ നിന്ന് അന്വേഷണ സംഘം മൊഴിയെടുത്തു. ദിലീപിന്റെ ഉടമസ്ഥതയിലുള്ള ഡി സിനിമാസ് ചാലക്കുടി പുഴയോരം കയ്യേറിയെന്ന് കാണിച്ച് നേരത്തെ സന്തോഷ് പരാതി നൽകിയിരുന്നു. ദിലീപിന്റെ ഉറ്റമിത്രമായിരുന്നുവെങ്കിലും ഏതാനും വർഷം മുൻപ് ഇരുവരും അകന്നു. ദിലീപിന്റെ ബന്ധങ്ങൾ, ഇടപാടുകൾ, സ്വഭാവ സവിശേഷതകൾ തുടങ്ങിയ കാര്യങ്ങൾ സന്തോഷിൽ നിന്ന് അന്വേഷണ സംഘം ചോദിച്ചറിഞ്ഞു. ദിലീപുമായിട്ടുള്ള എന്റെ സൗഹൃദം ആ കാലത്തിലുള്ള കുറെ കാര്യങ്ങളാണ് പേഴ്സണലായിട്ടുള്ളത്. ഇതിനിടെ നടനും MLA-യുമായ മുകേഷ്, കാവ്യ മാധവൻ, അമ്മ ശ്യാമള എന്നിവരിൽ നിന്ന് വീണ്ടും മൊഴിയെടുത്തേക്കുമെന്നും സൂചനയുണ്ട്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.